അസ്സലാമു ഗൈസ്. അപ്പോൾ മറ്റേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സിയാദിനെ പരിചയം ഉണ്ടാകുമ്പോൾ നമ്മൾ മുമ്പ് TMR റൈഡ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഞങ്ങൾ രണ്ടാം കൂടി ഊട്ടിയിലേക്ക് റൈഡ് പോവുകയാണ്. ഊട്ടിയിലിപ്പോൾ മാരക ടൂറിസ്റ്റ് പ്ലേസാണെന്ന് പറയുന്നത്. നമ്മളെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും പോയപ്പോൾ ഫുൾ ബ്ലോക്ക്, ഇ പാസ് വേണം, ഭയങ്കര നിയമങ്ങൾ. ഊട്ടിയിലേക്ക് കടക്കണേ വൻ പ്രയാസമാണ്. അപ്പോൾ സൈക്കിൾ എടുത്ത് ഊട്ടിയിൽ പോയാൽ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളത് പോയി വെക്കാം. അപ്പോൾ ഗൈസ് പോകുന്ന വഴിക്ക് കാണാം. രാത്രി കയറുന്ന 1:30 ഗൈസ് നമ്മളിപ്പോൾ അടിവാരം എത്തിക്കൊണ്ടിരിക്കുക. അവിടെയൊക്കെ നല്ല മഴ പെയ്തിന് കേട്ടോ. ഞാൻ ഹെൽമെറ്റ് പൂരി കാറ്റ് കൊള്ളുക. നമ്മളിതാ അടിവാരം കൂടെ എത്തിയപ്പോൾ ഫുള്ള് തണുത്തിട്ടാ. അയാൾ സോറി ഗൈസ്, ഹെൽമെറ്റൊക്കെ ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. സേഫ്റ്റി ഫസ്റ്റ് ഒക്കെ ആണെങ്കിലും സമാധാനം തന്നെ ഫസ്റ്റ്. കുറേ കാലിന് ശേഷം ഇങ്ങനെ പൊളിക്കുന്നത്. ഞാൻ ഒന്നാമത് എൻ്റെ സൈക്കിൾ ദുബായിലായിരിക്കും. ഇനി എങ്ങനെ പൊളിക്കുന്നത് വിചാരിച്ചിരിക്കുമ്പോൾ ഞാനതാ ഇത് കയ്യിലെത്തിപ്പെട്ട് വൈഫിന് അന്ന് അങ്ങനെ ഒരു സൈക്കിൾ നല്ല വാങ്ങിയതുകൊണ്ട് അത് കുറച്ച് മോഡിഫൈ ചെയ്ത് ടൂറിങ് ആക്കിയെടുത്ത് ഇനി ഇതിലാണ് പൊളിക്കുക. ഉള്ളത് വെച്ച് ഓണം. ഭ്രാന്താട്ടോ. ഒരു പ്രത്യേക സാധനമാണ്. അതോളട്ടില്ലേന് വിട്ടിച്ചു കഴിഞ്ഞാലോ? പക്ഷെ ഉള്ളിൽ തുളയില്ലല്ലോ. ഇട്ടണോ? നമുക്ക് ചെയിൻ ലൂബ് ഇവിടെ സൈക്കിൾ കടയിൽ കയറിയിട്ട് പോലും ചെയിൻ ലൂബില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തയ്യൽ മെഷീൻ ഓയിൽ ക്ഷാമം. ഗായ്സ് ഏകദേശം രാത്രിയായിട്ട് സമയം. നമ്മളിപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുക. നിങ്ങളെന്തോ കാണുന്നുണ്ടോ? വയനാട് ചുരം എന്ന് പറയുമെങ്കിലും സംഗതി താമരശ്ശേരി ചുരമാണ്. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുക. ചുരം കയറി ലക്കടി എത്തിയാൽ വയനാട്ടിലേക്ക് എൻ്റർ ചെയ്യും നമ്മൾ. ഗൈസ് നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം 1 മണിയായപ്പോൾ വൈത്തിരി റൂമെടുത്ത് നല്ലോണം കിടന്നുറങ്ങി, കുളിച്ച് ഫ്രഷായി. സാധനം പാക്കിങ് കഴിഞ്ഞ് ഇനി നമ്മൾ ഏതാ റൂട്ട്? ഗൂഡല്ലൂർ, മേപ്പാടി ഗൂഡല്ലൂർ റൂട്ട്. ഓക്കെ, നമ്മുടെ സൈക്കിൾ അവിടെ ഇട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ഊട്ടി മൈസൂർ റോഡിൽ നിന്ന് ഊട്ടി റോഡിലേക്ക് കയറിയിട്ടാ. ഒരു കാലത്ത് നമ്മളൊക്കെ അങ്ങനെ പോയിക്കുന്നു പൊട്ടിച്ച് ബൈക്കില്. ഞാൻ സൈലൻസർ വിറ്റിക്കണേ ഇത് ബുള്ളറ്റ് കഫേല്. പക്ഷെ അങ്ങനെ പൊട്ടണല്ലോ, നല്ല രസമുള്ള സൈലൻസർ ഉണ്ട്. നല്ല പെർഫോമൻസ് സൈലൻസറുകളുണ്ട്, അത് വെക്കണം. അത് വെറും പൊട്ടിക്കൽ മാത്രമല്ല. അപ്പൊ നമ്മൾ ചുണ്ടേന്ന് നല്ല പുട്ടും കടല് എന്തൊക്കെ കഴിച്ച് ദോശ പൊരിച്ച കത്തിരി ഇതെല്ലാം അടിച്ച് നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ട് കേട്ടോ. നമ്മൾ ടാസ്ക് ഏറ്റവും ചുരുങ്ങിയ ഗൂഡല്ലൂർ എത്തണം, അല്ലെങ്കിൽ ഊട്ടി എത്തണം. സംഭവം 5 മണിക്ക് എണീക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് കിടന്നാണ്. സംഭവം 7 മണിയായി പോയിക്കണ്. വയനാടിന്റെ തണുപ്പില്ലേ, നല്ല ഉറപ്പിച്ചു. അച്ചോരൊക്കെ ചവിട്ടി കയറ്റി ഇവിടെ വരെ വന്നിട്ട് ഉറങ്ങി തീർക്കണ്ടേന്ന്. അല്ല പിന്നെ
എൻ്റെ അമ്മേ KSRTC അമ്മേ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാതെ. ഈ പാട്ട് വന്നു. പറന്നു പോയൊരു കിളികളെ പറന്നു പോയൊരു കിളികളെ ഓർമ്മതൻ വഴി ഈ മിഴിയിണയിലെ നീർമണി നനവുകൾ മായ്ച്ചിടുവാൻ വരുമോ? ഒരു തൂവല്ലിനി തരുമോ? നിറങ്ങൾ വരുമോ? സ്വരങ്ങൾ വരുമോ? മഴയുടെ ശ്രുതി തരുമോ? ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിൽ അടരുകയോ? ഇതുവരെ കരളിൽ പ്രിയമൊഴി അതു പകരും പലതിനമോർത്തിടവേ. പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമേനുന്നുകൾ ഒരു കുറിയിനി വരുമോ? മറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതായി വരുമോ? പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമേനുന്നുകൾ ഒരു കുറിയിനി വരുമോ? മറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതായി വരുമോ? ആ നമ്മളെ ഈ ആരാധനാലയങ്ങളിലെ ഉം. അതൊക്കെ ഇടിച്ച് നിരത്തിയിട്ട് നല്ല വിശ്രമ അതെന്തിനാടോ കുറെ ആളുകൾക്ക് ആശ്വാസം കിട്ടുന്ന സ്ഥലമല്ലേ ആരാധനാലയങ്ങൾ, അതിനെ അടിച്ചു നിരത്തുന്നത്. അതന്നെ പറഞ്ഞേക്ക്. ആ. അവിടെ കുറച്ച് ആക്ടിവിറ്റി, ആ കുറച്ച് ടിവിയും കാര്യങ്ങളും, പിന്നെ ബാത്റൂം, വിശ്രമ കേന്ദ്രം, അതൊക്കെ അതെന്തിനാ ആരാധന അടിച്ചു നിരത്തിട്ട് അതൊക്കെ വേറെ തന്നെ തുടങ്ങിക്കൂടെ? ബാറും ഇതൊക്കെ പുറത്ത് വേറെ തുടങ്ങണം. തുടങ്ങണം. ഇവിടെ തീരെ ഇല്ല. ഒരു ബാത്റൂം ഇല്ല. ഇവിടുന്ന് ഒരു ഇന്ത്യ മൊത്തം സഞ്ചരിക്കുമ്പോൾ ഒരു 10-50 കിലോമീറ്ററിനിടയിൽ നല്ലൊരു ബാത്റൂം കമ്പ്യൂട്ടർ. അതെന്ത് ചെയ്യണമെന്ന് അറിയോ? എല്ലാ പമ്പിലും കയറ്റിയിട്ട് പെട്രോൾ അടിക്കുമ്പോൾ ബാത്റൂമിന് റിവ്യൂ ഇടുക. ഈ ബാത്റൂം അടിപൊളിയാണ്, ഇവിടെ നിന്ന് അടിച്ചാൽ മതി പെട്രോൾ എന്ന് അറിയാം. അപ്പോൾ അപ്പോൾ എന്താ എല്ലാ പമ്പുകാരും ബാത്റൂമൊക്കെ നന്നാക്കി വെക്കൂ. അതെന്താ അറിയോ? നമ്മൾ കയറി തുപ്പി വെച്ച് പോരും. അപ്പോൾ എന്താ നന്നാവില്ല. ആ അവിടെ പോയി ശരിക്കും ബാത്റൂം ഉണ്ട്. അത് ക്ലീൻ ആക്കി കൊണ്ടുവരാൻ വേണ്ടി നാളെ ലീസിന് കൊടുക്കാം. 10 വാങ്ങി ഈ പെട്രോൾ പമ്പുകളിലൊക്കെ ബാത്റൂം ക്ലീൻ ആക്കി വെക്കേണ്ട ഓരോ നിർബന്ധമാണ്. എന്നിട്ട് അവർക്ക് അതൊക്കെ എഴുതി വാങ്ങിയിട്ട് അവർക്ക് ലൈസൻസ് കൊടുക്കണത്. പിന്നെ എല്ലാ പഞ്ചായത്ത് തലത്തിൽ, കോർപ്പറേഷന്, മുനിസിപ്പാലിറ്റി, ഇതൊക്കെ ഈ തലത്തിലൊക്കെ പബ്ലിക് ടോയ്ലറ്റ്സ് വേണം. അതാ ഞാൻ പറഞ്ഞു തരുന്നത്. പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ അത് ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കാൻ ഒരാൾ കൂലി കൊടുക്കാൻ ഇവൻ എന്ത് ചെയ്യാറിയോ? ഒരു ലീസൊക്കെ പോലെ ഒരു ടീമിന് ഏൽപ്പിച്ച് കൊടുക്കുകയാണ് ഏതെങ്കിലും ഒരാളെ. ആളെന്ത് ചെയ്യാൻ രാവിലെ വന്നിട്ട് ചെയ്ത് വൃത്തിയാക്കി അവിടെ ഒരു മേശയിട്ട് അവിടെ ഇരിക്കുകയാണ്. നല്ല പോത്തുകൾ അപ്പിടാനും പത്തു ബോർഡില്ലേ? ആ മുമ്പിൽ ഒരു ഷൂട്ട് ചെയ്യട്ടെ.
നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിട്ടാണ്. അങ്ങനെ അതാ ഗൈസ് ജിയാദ് ഇറക്കല്ല പറഞ്ഞ് കരിയേനും. ഇപ്പൊ ഇത് ഇറക്കം വന്ന് വന്നതല്ല, നേരെ ഇറക്കം ഈ നേരത്തെ പറഞ്ഞില്ല ഫുള്ള് കേറിയിട്ട് ഇങ്ങോട്ട് നിരത്താന് തിരിച്ചങ്ങോട്ട് വെച്ചു. അതെ വലിയൊരു കയറ്റം, ഒറ്റ കൈയോട് തിരിച്ചങ്ങോട്ട് അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ആയിരിക്കാം ഈ കയറ്റം ഇറക്കവും. ഒരു കയറ്റം വന്നാൽ ഒരു ഇറക്കം ഉണ്ടാവും, ഒരു ഇറക്കം വന്നാൽ കയറ്റം ഉണ്ടാവും. വേറെ കാര്യം നമ്മൾ തരണം ചെയ്യണം. അതെ നമ്മൾ എലിവേഷൻ ചെയ്യണം. കോവായി ആ ഇറക്കം കഴിഞ്ഞിട്ടോ എനിക്ക് കയറുക. അങ്ങനെ ഇറക്കം കഴിഞ്ഞു പോയി ഗൈസ്, ഇറക്കം കഴിഞ്ഞു പോയി. കാട്ടി അതൊക്കെ ആരോ വളർത്തുന്ന എരുമട്ടോ. ഓടാ എരുമാടോ അത്. ഇതാണ് നമ്മളെ ഏറ്റവും പഴക്കമുള്ള തീരെ ഫാക്ടറി. അതായത് തമിഴ്നാട്ടില് എന്താ പറയാ, ആ ഒരു ബ്രിട്ടീഷുകാരെ കാലത്ത് സത്യം തന്നെ ആണല്ലോ. തള്ളി മറിക്കാൻ വിചാരിക്കും ആൾക്കാർ, ഇതിനെപ്പറ്റി ധാരണയുള്ള ആൾക്കാർ കാണുന്നവരുണ്ടാവും. അതിന്റെ മുകളിൽ സൈനിങ് ബോർഡ് ഉണ്ട്, ഞാൻ കണ്ടിട്ട് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഹിസ്റ്ററി ഒക്കെ എഴുതിച്ചോ. ആ മനസ്സിലായി. ഇവിടെ നമ്മൾ വിസിറ്റിനൊക്കെ വരുന്നുണ്ടേ സ്കൂളിൽ നിന്ന്. ഇതന്നെ ആണല്ലേ അത്. തമിഴ്നാട്ടിലെ സ്ഥലങ്ങളും ചാറ്റന്റെ കയ്യിലാണ്. ഹാരിസൺസ് ഈ ചാറ്റാണ് ഇവിടെ എപ്പോഴും വേണ്ടിയിട്ട് അവരെ പാക്കാലത്ത് കൊണ്ടുവന്നത്. ഈ പരന്ന് കിടക്കണ ഈ മലയോര ഇത് മൊത്തം വെട്ടിപ്പിടിച്ചിട്ട് ഒടുവിൽ നമ്മൾ നടുകാണി എത്തിയിരിക്കുകയാണ്. ആ നേരെ കാണുന്നത് നടുകാണി കേട്ടോ. അതിതീക്ഷ്ണമായ ചൂടില് നമ്മളെ അച്ചീവ് ചെയ്തു. അതെ 50 കിലോമീറ്റർ പിന്നിട്ട് ബൈക്കിൽ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് നല്ല കാറ്റ്. അത് നാടുകാണി ഒന്നല്ല, അത് പണ്ടല്ലൂരാ. നാടുകാണിക്ക് ഇനി പോവാണ്ട്. അതാ നോക്കണേ ചെറിയൊരു കയ്യബദ്ധം മാറ്റിക്കരുത്. നമ്മൾ പണ്ടല്ലൂർ എത്തിയിട്ടുള്ളൂ. നാടുകാണിക്ക് എന്തോ കേറാണ്ട്. ക്യാമറ നോക്കാം, ഫുൾ കയറ്റാ. ക്യാമറ നോക്കാക്കി ഒന്നുകൂടി പിടിപ്പിക്കുക. അതൊക്കെ അപ്പുറത്ത് ഭയങ്കര അപ്പുറത്ത് ഇതല്ല, ഇതൊക്കെ വയ്യാടാ പുരയിലേക്കുള്ള. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ചെറിയൊരു ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ സൈക്കിൾ സൈഡാക്കുന്നു. നമ്മളോരോ കോളയിൽ വെള്ളം സിപ്പ് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചടിക്കും അല്ലേ. ഓക്കെ, കോളയിലെ വെള്ളം കണ്ടാൽ വിൻഡോസിലുള്ള അതേ വാൾപേപ്പർ
അങ്ങനെ പറഞ്ഞേ. ഓ അവിടെ ആ തട്ട് തട്ടായിട്ടുള്ള മലിൻ്റെ മുകളിൽ നോക്ക്. വെയിലിറക്കിന് പകുതി തണല് പകുതി വെയിൽ. കോളെടുക്ക്. ഏതാ വ്യൂ? ഐഷ് സെറ്റല്ലേ? വെളിച്ചം പോയിട്ടോ. നമ്മൾ അല്പം വിശ്രമത്തിന് ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചു അല്ലേ? ഇന്ന് രാത്രി 7 മണിയോട് കൂടി നമ്മൾ ഗൂഡല്ലൂർ പിടിക്കും. 7 മണിയാണല്ലോ, അതിൻ്റെ ഉള്ളിൽ തന്നെ പിടിക്കേണ്ടിയാണ്. അതെ, നല്ല ആൽക്കോളിക് വെതറൊക്കെ ആണ്. പക്ഷെ നമ്മൾ കുടിച്ച കൊക്കക്കോള. ഹറാം. സാധനത്തിന് കിട്ടിട്ടാ. അതാ നോക്കണേ, ഈ കുരങ്ങന്മാരും മലയണ്ണാനും കമ്പനിക്കാരാണല്ലോ, പ്രശ്നക്കാരല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. പോയി മിസ്സായി. എന്തോ തിന്നാട്ടോ. നല്ല രസമുണ്ടേ കാണാൻ. മുഖം നോക്ക്. കോഴിക്കോട്. ആ മലയാളി. ഊട്ടി. ബുജേർ സിയാദ്. കുന്നമംഗലം. ചെറിയൊരു ബോസ് ഒക്കെ അവിടെ ഇരിക്കുന്നത്. എടാ മൂത്രമൊഴിച്ച് മൂത്രമൊഴിച്ച് കാണേ ഗൈസ്. ഇതൊക്കെ മേലേക്ക് മൂത്രമൊഴിച്ച് ഇതൊക്കെ വിട്ടൊളി കിടന്ന പറഞ്ഞേ. മൂത്രമൊഴിച്ചെന്ന് മേലേക്ക്. കുരങ്ങൻ്റെ ദേഷ്യം പിടിച്ചു. ഓനെ വീഡിയോ എടുക്കായിട്ടാ ആണ്. എന്താ പറയുക, ഓനക്കൊരു ഡിമാൻഡ് ഇല്ലാതെ നമ്മൾ മറ്റേ മറ്റേ സാധനത്തിൻ്റെ പേര് പ്രശ്നമുണ്ടല്ലോ. ഞാൻ നമ്പർ അയക്കാൻ. സൈഡ് അങ്ങനെ നമ്മൾ ശരിക്കും നാടുകാണി എത്തിയിരിക്കുകയാണ്. ഈ റോഡിൽ വരുമ്പോൾ നാടുകാണി എത്തി ഇങ്ങനെ തോന്നിക്കലും എത്തൂല. അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ. ഡിയാസ് അസ്സലാമു അലൈക്കും. സൈഡ്. മനസ്സിലായി. നിങ്ങൾ തടി വെച്ചിട്ട് മനസ്സിലാവണില്ല. ഞാൻ നോമ്പിന് മുമ്പ് എത്തിന്. എന്തൊക്കെ കല്യാണം കഴിഞ്ഞില്ലേ? നിങ്ങളിപ്പോ പോന്നോ അവിടുന്ന്? ദുബായിന്നാ? സ്റ്റോപ്പ് ചെയ്ത് എക്സിറ്റ് അടിച്ച് പോന്നു. ഒരു വീഡിയോ കണ്ടിന്യൂ ഗ്ലാസിന്റെ വർക്കിന് എന്തോ പോകുന്നേ. ഗ്ലാസിന്റെ വർക്കിന് പൊട്ടി ഗ്ലാസ് കളിക്കുന്നത്.
നമ്മള് മറ്റേ വീഡിയോ അല്ലേ ആ അജുവിനപ്പുറല്ലേ ആ നമ്മ ആ പോലീസ് കേസൊക്കെ ആയി. ആ ഗ്ലാസ് വേസ്റ്റ് ഇല്ലേ, ആ ഗ്ലാസ് നമ്മൾ വാങ്ങിയെടുത്ത് കൊണ്ടുപോയിട്ട് അയാളും അജ്മലും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ആ അയാൾ കേസ് കൊടുത്ത് പഞ്ചായത്ത് വിളിച്ച് ഇതുവരെ സ്റ്റേഷനിലേക്ക് പോയില്ല. വയനാട് വഴി പോന്നാ പകല് ചവിട്ടാനില്ലല്ലോ, നല്ല ചൂടല്ലേ. ഇന്നലെ രാത്രി ഞങ്ങൾ വയനാട് കയറി അവിടെ സ്റ്റേ അടിച്ച് രാവിലെ ഞങ്ങൾ അങ്ങനെ ഒരു മരത്തിലോട്ടില് കുറെ നേരം കിടന്നുറങ്ങിക്കുന്നു. നിങ്ങൾ നാടുകാണി കയറിയില്ല? ഞങ്ങളിവിടെ പെട്രോൾ അടിക്കാൻ വന്നാ വയനാട്ടിലേക്ക് പോവാ. ഊട്ടി പോയാ? ഊട്ടി പോയില്ല. ആ നല്ല തിരക്കാവണം. ഇന്നലെ പട്ടാമ്പി പറഞ്ഞ പറഞ്ഞു ആ ഊട്ടിക്ക് പോവുക തന്നെ വേണ്ട. ആ നമ്മളെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് റൂം എടുക്കാതെ തിരിച്ചു പോന്നോ? എനിക്ക് പിന്നെ ഊട്ടി കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ പോകണം. മൊത്തത്തിൽ എല്ലായിടത്തും കോടനാടൊന്നും അധികം ആരും അറിയില്ല, ഇപ്പൊ എല്ലാവർക്കും അറിയാം. വീഡിയോസ് ഒക്കെ വന്നപ്പോഴേ നല്ല വയനാട്ടിലാണ്. വയനാട്ടിൽ പോയി ഇന്നലെ മറ്റേ ഇവനൊക്കെ എവിടെ പോയിക്കുന്നല്ല, അഖിലേഷൊക്കെ വന വിളിച്ചു. നല്ല അടിപൊളി പ്ലേസ് വയനാടോ. ഊട്ടി പോലെ മറ്റേ ഇതിലായിരിക്കും ഊട്ടിയിലെ മറ്റേ ഇവന്റെ ശ്രീകാന്തിന്റെ അവിടെ. ശ്രീകാന്ത് പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ടാ, നല്ല അടിപൊളി സ്ഥലം. ഫാമിലി ഒക്കെ വന്നോ? തിരിച്ചു വന്നോ? ആ എല്ലാരും ഉണ്ട്. രാത്രി ഊട്ടി എത്തുമോ? ഇല്ല, ഇന്ന് കൂടുതലും സ്റ്റേ. നാളെ രാവിലെ ഊട്ടി കയറാം. 3 ദിവസം. തിരിച്ചിങ്ങോട്ട് പിന്നെ ഒറ്റയടിക്കിറങ്ങാം. ആ തിരിച്ചും കയറ്റുണ്ട്, നമ്മള് വെറുതെ വിചാരിക്കുക. അല്ല അത്ര അങ്ങോട്ട് പോകുന്നത്രല്ലോ. ഇത് വൈഫിന്റെ ബൈക്കായിരുന്നു. ഇത് ഹൈബ്രിഡ് സൈക്കിളായിരുന്നു, അതിങ്ങനെ ആക്കിയതാ. ഇത് റിവേഴ്സ് സൈഡ്, ഇത് റിവേഴ്സ് സൈഡ് അല്ലേ? ആ അത് നിങ്ങൾ ഡെക്കാത്തലോണിന്റെ സാധനങ്ങളാണ്. ആ നിങ്ങൾ രണ്ടുപേരും ഡെക്കാത്തലോണിൽ വർക്കിനെ? കോഴിക്കോട് ട്രാൻസ്ഫർ ആയി പെരിന്തൽമണ്ണ. നല്ല കൂടെ. ഓക്കെ എന്നായിക്കോട്ടെ. ഓക്കെ ഗുഡല്ലൂർ പോയിട്ട് ഞങ്ങൾ റൂമൊക്കെ സെറ്റ് ആക്കിയിട്ട് കിടന്നിറങ്ങട്ടെ. ഇത് ഫോക്കസ്. ആ ഇത് വൈഫിന്റെ ഹൈബ്രിഡ് ഏത്? ഞാനിവിടെ ഗ്രാവൽ ബൈക്ക് ആക്കിയതാ. എല്ലാം കൂടി ഇപ്പൊ നായ്ക്കുറുക്കൻ അയക്കുന്നത്. ഞാൻ പിന്നെ ഫ്രെയിം നിർത്തിച്ചത്. ആ വൈഫിനെ അന്ന് മേടിച്ച സൈക്കിള്. എന്റെ സൈക്കിള് ബീച്ചിലൊക്കെ പോയി നിന്ന എന്റെ സൈക്കിള് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. പെങ്ങളെ മോന്റെ റൂമിലാണുള്ളത്. പാർസല് ഞാനീ പോകുമ്പോ ആടെ ഒരു സൈക്കിള് വേണ്ട വെച്ചിട്ട് വെച്ചാ. മക്കളൊക്കെ ഇവിടെ ചേർത്തി? ഇവിടെ ഓ 2 പേരെ ചേർത്തി. എന്തെങ്കിലും ആക്കി നമ്മളെ ഇഷ്ടത്തിനാക്കി എടുത്തിട്ടേ കാര്യമുള്ളൂ. അതത്രേ ഉള്ളൂ. എല്ലാവരും കാര്യം. ഇത് ഹൈബ്രിഡ് അല്ലേ? ഇത് സബ് ക്രോസ്. അതിനകത്ത് കയറ്റിട്ടേ ഉള്ളൂ. അതെ. കണ്ണട ഞാൻ വെച്ച എന്റെ ഡാർക്ക് സർക്കിളൊക്കെ പോയി ഇവിടെ. അപ്പൊ എന്നാ ശരി, എന്നായിക്കോട്ടെ. വരികയാണെങ്കിൽ വിളിക്ക്, അവിടെ ഉണ്ടാവും. ഓ എന്തില്ലേന്നാ ചോദിച്ചേ? എന്തില്ലേന്നാ ചോദിച്ചേ? ചെക്കിംഗ് ഒന്നുമില്ലല്ലോ. ഇങ്ങനെ ചെക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഗൂഡല്ലൂരാണുള്ളത്. ഗൂഡല്ലൂർ ഇന്നലെ രാത്രി എത്ര മണിക്ക് എത്തി? ഇന്നലെ രാത്രി 9 മണിക്ക് എത്തി. അവിടെ എത്തിയതോ? അവിടെ നമ്മൾ 6 മണിക്ക് എത്തി. 6 മണിയൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലോ വൈകുന്നേരം ഏകദേശം 1 മണിക്കൂറുകൊണ്ട് എത്തുന്നത്. അങ്ങനെ 1 മണിക്കൂറുള്ളിൽ എത്തിക്കല്. അങ്ങനെ നമ്മളിവിടെ ഏകദേശം 900 റുപ്പീസിന് എടുത്ത റൂമാട്ടത്. കൊള്ളാലോ അല്ലേ? ഏകദേശം നിങ്ങൾ അല്ലാതെ എടുക്കുകയാണെങ്കിൽ 1000ൻ്റെ മുകളിലൊക്കെ ആവും. പക്ഷേ നമ്മൾ സൈക്കിൾ വന്നതാണ് ദാരിദ്ര്യമൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് അവിടെ ഒരു ഇവൻ്റൊക്കെ നടത്തിയിരുന്നു. ഹോളിഡേയ്സ് ഇൻ TMR ഇവൻ്റാണ് വന്നത്. ഒരു സതീഷ് എന്ന ആളുണ്ട്. അപ്പോൾ പുള്ളീനൊക്കെ സംസാരിച്ചപ്പോൾ 900ന് കിട്ടി. കുളിച്ച് മാറ്റി ഫ്രഷ് ആയിട്ടൊക്കെ കിടന്ന ഇനി കുളിയില്ല അല്ലേ? ഇനി വേർപ്പിക്കാൻ പോകും. അപ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഡാഫട്ട പറഞ്ഞോ, പൊളിക്കാം
അല്ല പൊളിക്കാൻ വിളിച്ചെടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണോ, ഈ സ്ലീപ്പിംഗ് ബാഗ് എടുത്തിട്ട് അറിയില്ല മറ്റേ ചോദ്യല്ലേ. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ ലോഡ് മൊത്തം ഫ്രണ്ടിലേക്ക്. ഓക്കെ, അതാളെ പോയില്ലേ? ഓ, വയനാട്ടിൽ. ഗൈസ്, അപ്പം നമ്മൾ ഗൂഡല്ലൂർ കഴിഞ്ഞ് ഇങ്ങനെ ഊട്ടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കയറ്റം എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. നമുക്ക് ടൈം 10:45. ഏതാണ്ട് നേരം ഇരുട്ടുന്നതിന് മുമ്പ് ഊട്ടി എത്തണമല്ലേ നമുക്ക്? അല്ല നേരെ ഇരുട്ടുന്നതിന് മുമ്പ് ഊട്ടി എത്തണ്ടേ? നാളെ അതെത്തണം. ഞാൻ നേരത്തെ ഇനി വിളിച്ചപ്പോ ഞാൻ ഉറങ്ങിയിരുന്നു. ചെക്കിങ്. അത് പാസ് വാങ്ങണ സ്ഥലം കേട്ടോ. ഇ പാസ് ചെക്ക് ചെയ്യണ സ്ഥലം. നമുക്ക് ഇ പാസ് വേണ്ടി വരും. മോർണിംഗ് സർ. അപ്പം നമുക്ക് ഇ പാസ് വേണ്ടാന്നർത്ഥം. Bike Road King. ഗായ്സ്, നമ്മളിപ്പോൾ കയറി നീഡിൽ റോക്കിൻ്റെ അടുത്തെത്തി. എടി ചാമ്പ്, ഫോട്ടോ ചാമ്പ് എന്നാ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട്. കുറച്ചുകൂടി മേലെ പോയി അടിപൊളി ഉണ്ടാ. ഇത് വളവാട് കഴിഞ്ഞാൽ ഫുള്ളല്ലേ. ഓക്കെ, ഈ ഒരു ഫോട്ടോ എടുത്തിട്ടാ. എൻ്റെ കാലല്ല വേദന ഉണ്ടല്ലോ. തേച്ചെടുത്ത് ഒരു മിനിറ്റ് കണ്ണട വെച്ചാളുടെ. കുറച്ചുകൂടി മുന്നോട്ട് പോയാലോ? അതന്നെ മുന്നിൽ പോയിട്ട് ഇവിടെ ഇറങ്ങണ്ടല്ലോ നീൽ റോക്ക്. അപ്പോൾ നമ്മൾ നീൽ റോക്ക് പാസ് ചെയ്ത് പോകട്ടോ.
ഇവിടെ നിന്ന് വെള്ളം ഫില്ല് ചെയ്യാൻ ബ്രോ അത് കുടിക്കാൻ പറ്റിയ വെള്ളം? കുടിക്കാൻ പറ്റിയ വെള്ളം ഇതിൽ ഫില്ല് ചെയ്തോട്ടെ. മൗണ്ടൻ വാട്ടർ മിനറൽ. ഗൈസ് നമ്മളപ്പോൾ നീഡൽ റോക്കിൻ്റെ മുകളിൽ എത്തിട്ടോ. ഏതാ വൈബ്? അംപാനി വൈബ്. വേറെ സാധനം കൂടി ഉണ്ട്. കയ്യിലെ വെള്ളമൊക്കെ തീർന്ന് ഫ്രണ്ടിലൊരു കട കാണുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കണം. മുകളിൽ നിൽക്കുന്ന കോടൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ചെറിയ തണുപ്പുണ്ട്. എല്ലാം കൊണ്ട് നൈസ്. സെറ്റാ. വെയിലൊന്നും ഇല്ലടാ. ഇത് എത്ര? അത് 30. இது ஃப்ரெஷ்ஷா? ஃப்ரெஷ் தான் சார். இப்போ கட் பண்ணி வச்சு. எங்கள் ஊட்டியை போகிறீங்களா குன்னூருங்களா சார்? ஊட்டியா குன்னூருங்களா? ஊட்டி. ஊட்டி சார். சார் எங்கேன்னு சார் வரீங்க? இது இந்த புளி உப்பு சால்ட் இருக்குது. சால்ட். അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓരോ ചായയൊക്കെ കുടിച്ച് അപ്പോഴേക്കും മഴ പെയ്തിട്ടാണ്. ഈ മഴ കൊണ്ടങ്ങോട്ട് ചവിട്ട് തന്നെ, വേറെ വഴിയില്ല. അല്ലെങ്കിൽ ഇരുട്ടായി പോകും. ഇരുട്ടായി കഴിഞ്ഞാൽ വൺ ഡേഞ്ചറായി റോഡ്. അപ്പോൾ യാള്ള മഴ ജാസ്തി, ரொம்ப ജാസ്തി പെയ്തളിയോ. തന്നെ ചാടി കയറുന്നറിയണേ. വേദന ആവുന്ന മഴ. ഏതാ മഴ നമ്മൾ വിചാരിച്ച് മഴ നോക്കിയതാ പുറത്ത് വീണ്. ഇതുണ്ടോ എന്താ മഴ. ഏതാ മഴ.
കേട്ടോ എന്നാ മക്കളെ, മഴ ഏകദേശമൊക്കെ ചോർന്ന് ഞാറണേ ഉള്ളൂ. ഇനി കാത്തുന്ന ഇരുടായി പോകും. പിന്നെ ഇല്ല സാധനം ഇങ്ങോട്ട് നോക്കുക, അത് നോക്കുക. നല്ല തേയിലത്തോട്ടത്തിന് മുകളിൽ കോടങ്ങനെ പറക്കുക, ചാറ്റൽ മഴ. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ലൈഫ്. ഇത് നമ്മളെ ജീവിതത്തിൽ 1-2 പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്താൽ മൂഞ്ചിന്നാ പറഞ്ഞത്, തമിഴിൽ മുഖം. ബസ്സൊക്കെ പോലെ കാണിച്ചോടി. ഊട്ടി ബസ് പണ്ട് ഞാനും എൻ്റെ വൈഫും കൂടി അതിൽ ഹണിമൂൺ ട്രിപ്പ് പോയിട്ടുണ്ട്. ബസ്സിൽ നാടൻ തമിഴ്നാട് ബസ് കയറിയിട്ട് യാത്രകൾ പോകണമെന്നാണ്. എന്നാലേ പോവാ. നമ്മൾ ചെറുതായിട്ടുള്ള മഴ കൊള്ളാൻ തീരുമാനിച്ചിട്ടാ. ഈ ശരീരം ഞാൻ ചൂടാവാണ്ടി. ക്യാമറയിൽ എത്ര വിസിലിച്ച് ഞാൻ പറയാൻ പറ്റില്ല. പക്ഷേ പൊളി എന്നാല് ഒരു രക്ഷയില്ലാത്ത പൊളി. ഇരങ്ങനൊക്കെ വെള്ളച്ചാട്ടം വന്നിട്ടോ. നല്ല കോടട്ടോ, അങ്ങോട്ട് കാണാൻ പറ്റാത്ത കോടാ. എല്ലാവരും ലൈറ്റ് ഇട്ടാ വരുന്നത്. എൻ്റെ അമ്മേ, എടാ മുന്നോട്ട് കാണാൻ പറ്റാത്ത കോടാ. നടുവട്ടെത്തിട്ടോ. നടുവട്ടം കഴിഞ്ഞാൽ പൊളി പൊളിക്കുക. നമ്മൾ ഇറക്കം വരാണ്ട്. നടുവട്ടത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഇവിടെ നല്ല ആൾത്താമസമുള്ള ഏരിയ കേട്ടോ. അധികം ഒച്ചപ്പാടുണ്ടാക്കണ്ട, ആൾക്കാർ തല്ലിട്ടു. വാങ്ങോടുത്ത് ഇവിടെ നോക്കിയാണ്, അതൊക്കെ ആൾക്കാർ താമസിക്കുന്ന ഏരിയ. വിട് 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 വിട്, ഒഴിഞ്ഞ ഏരിയത്ത് മൂത്തൊഴിക്കവാ. ഇവിടെ നോക്കിയല്ലടാ മോശ. എൻ്റെ മോനെ എടാ, അങ്ങനെ ഒരു മെയ് മാസത്തിൽ ഇങ്ങനെ ഒരു കോടയും മഞ്ഞും മഴയും ഒരിക്കലും പ്രതീക്ഷയില്ലട്ടാ ഞാൻ. Ay.
എവിടെ ഇറക്കവിടെ ഇറക്കവിടെ വായക്കൂടി പുകടി ഐഷ് ഏതാ പുക കഴിച്ചിട്ട് എടേ എടാ അവസ്ഥ കാണിച്ചതാ അവസ്ഥ പറഞ്ഞാല് കോടാ ഒരേ അവസ്ഥ ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാ ഗൈസ് നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഫസ്റ്റ് ഇറക്കാട്ടോ. ഗൂഡല്ലൂരിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഫസ്റ്റ് ഇറക്കാട്ടോ കിട്ടാൻ പോണേ. ഫസ്റ്റ് ഇറക്കും, എൻജോയ്. ഫസ്റ്റ് ഇറക്കോ, എൻജോയ്. ഒരേ പൊളി. എടാ ശ്രദ്ധിക്കണേ, നല്ല ഇറക്കാ. നല്ല പോയാൽ മതി. ഒരേല് വൈഫ് മക്കളൊക്കെ ഉണ്ട്, എത്തിയുമായി പോവും. ഏതാ പൊളി. കൊണ്ട വെയില് രാവിലെ ഞാൻ വിചാരിച്ചപ്പോ എന്നോട് തമാശ അറിയില്ല, നമ്മൾ തിരിച്ചു പോവാന്ന് മൂടയില്ല. സത്യം, ഞാൻ കൂടുതലും എത്തുന്ന വരെ ഡെസ്പ് മൂടാ. ഇപ്പൊ വൈബ് മാറി. ഹലോ ബോസേ, ഇറക്കെന്ന് പറഞ്ഞിട്ട് പിന്നെയും കയറ്റം തന്നെ. ചവിട്ടി പൊളി അറിയണേ. ഇനി ഒരു ഇറക്കം കിട്ടുന്നവരെ ചവിട്ടി പൊളിച്ചാള്. നടുവോട്ടെത്തിയിട്ട് ഇറക്കം വരും എന്ന് പറഞ്ഞിട്ട് തേടെ ഇറക്കോ. 4-5 കൊല്ലായി സൈക്കിളും ചോട്ടി ഊട്ടി റൂട്ടിൽ വന്നിട്ട്. എവിടെ ഇറക്കുന്നത് മയില്? സാധാരണ നടുവട്ടം കഴിഞ്ഞ് ഇറക്കം വരുന്നുണ്ട്. കുറേ നേരമായി ഇത് കയറുന്നു. അയ്യോ, ആ മുമ്പിൽ കാണുന്ന ഒരു ഇറക്കമാണോ ഗൈസ്? കുറേ തന്നെ ഇറക്കമാണെന്നൊക്കെ തോന്നിയിട്ട്, പക്ഷേ ഇറക്കമല്ലാനോ. ഇതാ ഒറിജിനൽ ഇറക്കം തന്നെ കേട്ടോ. ഓ, ഇപ്പോൾ നടുവട്ടം കഴിഞ്ഞിട്ടുള്ള ഒറിജിനൽ ഇറക്കം ഇവിടെ കേട്ടോ. എൻ്റെ അമ്മേ, 4-5 കൊല്ലമായി സൈക്കിൾ ഊട്ടി കയറിയിട്ട്. അൽഹംദുലില്ലാ ഹൈറ്. ഞാനേ ഇറക്കം കാണാത്തൊരാവേശത്തിൽ ഇങ്ങനെ ചവിട്ടിപ്പോയി. സിയാദ് ബാക്കിലാട്ടല്ലേ. എത്ര ബാക്കിലാണെന്ന് ഓനക്കറിയാം, എനിക്കറിയില്ല. നമുക്ക് ഈ ഇറക്കം കൂടി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. എന്താ പറയുക, ശരീരം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ കഴിയില്ല. ഞാനിവിടെ TR ബസാറിൽ സിയാദിനെ വെയിറ്റ് ചെയ്തു. സിയാദ് എത്തിയിട്ടാണ്. നമ്മൾ ഒരുമിച്ച് തന്നെ പോകാമെന്നാണ് പ്ലാന്. നേരെ ഏകദേശം ഇടി.
ശരീരം തണുത്തു പോയിട്ടോ, വേഗം ചൂടാക്കണം. 4 ചവിട്ടി ഔട്ടിട്ടാ ശരീരം വീണ്ടും ഹീറ്റായി. പിന്നെ പ്രശ്നമല്ല. പല്ല് കൂട്ടിയടിക്കാൻ തുടങ്ങി. എടാ എൻ്റെ ബ്രേക്ക് വർക്ക് ചെയ്യില്ല കേട്ടോ. എൻ്റെ ബ്രേക്ക് വർക്ക് ചെയ്യില്ല. ചെക്ക് ചെയ്യേണ്ടി ഒരു മിനിറ്റ് നിർത്ത്. എടാ തീരെ വർക്ക് ചെയ്യില്ല ബ്രേക്ക്. പ്രശ്ന ഇതെന്താ പറ്റി? ഏടാ കൈയൊന്നും വർക്ക് ചെയ്യില്ല കേട്ടോ തണുത്തിട്ട്. ഓപ്പോസിറ്റ് തിരിഞ്ഞു ഞാൻ സെറ്റാ. കയറ്റം കിട്ടണം, അല്ലെങ്കിൽ എന്താ പറയുക ശരീരം തണുത്ത് കുറച്ച് കളിയാ. എനിക്കുണ്ട്. ബാത്റൂം അവിടെ കണ്ടാ നിർത്തേണ്ടി വരും. മേലേ മാനം മാനം മേലെ കൂടാരം മേലേ മാനം മാനം മേലെ കൂടാരം ഇപ്പൊ സങ്കടപ്പെടും. അടിപൊളി അടിപൊളിയാടാ. കൊറേ കാലത്തിന് ശേഷം അങ്ങനെ റൈഡ് ചെയ്തു. അതെ. മഴയത്ത് കുറച്ച് സമയം സ്ലോ ഡൗൺ ചെയ്തുകൊണ്ട് നമ്മൾ കൂരിട്ടിൽ കാട് പാസ്സായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ മറ്റേ ഡാമിനടുത്തെത്തി. ഇവിടെയൊക്കെ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന ഏരിയ. ഇന്നലെ രാത്രി നമ്മൾ ഊട്ടി എത്തുന്നതിന് തൊട്ട് മുമ്പ് റൂം എടുത്തിട്ടാ. അതാണ് ബാൽക്കണി.
റൂമാണ്. 1100 കിട്ടി. സിയാദ് ഇപ്പോൾ റെഡിയായി താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വേണം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അപ്പോൾ നമുക്ക് പോകാം. യാത്ര എൻ്റെ ഇവിടെ ഫാൻ തിരിച്ചിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കണ അടിപൊളി. ഇതെന്താ പോത്ത് വരുമേ? Can we see this area? Yes. പോക മുടിയാതെ Without shoes, right? కొంచెం distance. Okay. Sorry. We'll remove this here. Here? Okay. എടാ ഇവിടെ ഷൂ അയക്കണമെന്ന്. എടാ എൻ്റെ 360 എടുക്ക്. ഇതൊക്കെ ഒരു ആരാധിക്കുന്ന എന്തോ സ്ഥലം കേട്ടോ ഗൈസ്. ഇതാണ് ഊട്ടിയിലൊരു ട്രൈബ്സ് ഏരിയ കേട്ടോ. ട്രൈബ്സ് ഏറ്റവും ടോപ്പ് ട്രൈബ്സിൻ്റെ ഇതുവരെ ആരാധിക്കാൻ എന്തോ ക്ഷേത്രമാണ്. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ നോക്കിയിട്ട് ഏറ്റവും ഒരു പഴയ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് ആര് വരികയാണെങ്കിലും ഷൂ ചെരുപ്പൊക്കെ അയച്ചിട്ട് വേണം കയറാൻ കേട്ടോ. ഇവിടെ കുട്ടികളുടെയും കൊണ്ട് നമുക്ക് മനസ്സിലായി. അടി കിട്ടുന്നല്ല, നമ്മൾ അങ്ങനെ ആരും ചെരുപ്പ് ഇട്ട് കയറാത്ത സ്ഥലത്ത് നമ്മൾ കയറിയാൽ മോശമല്ലേ, നമുക്ക് അറിയാണ്ടാണെങ്കിലും. ക്ലിക്ക് എടുക്കോ? നമ്മൾ ആ സൈഡ് പോയാലോ അതാ ആ കുടിലൊക്കെ ഷൂട്ട് ചെയ്താലോ? അവിടേക്ക് പോകാനില്ല. മഹാഭാരത കാലത്ത് മുതലുള്ള അല്ലേ ഇതോ? ഇവിടെ പിന്നെ വർഷത്തിലെന്താ ആചാരമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഡിസംബർ ലാസ്റ്റ്. ഇതിൽ കുറേ ആളുണ്ട് ഈ ഒരു ഗോത്രത്തിൽ. 1400 പേരുണ്ട്. 1400 പേരല്ലേ? എൻ്റെ പേര് പറഞ്ഞത് തോട ട്രൈബ്സ്. അവരൊക്കെ കൃഷിക്കാരനാ? ഇനി അവർക്ക് ജോലി ഡെയറി മിൽക്ക് പ്യൂർ വെജിറ്റേറിയൻ. വെജിറ്റേറിയൻ. Not allowed that priest only allowed inside. പൂജ ഐഡിയൽ നാച്ചുറൽ. അത് ആ ഒരു ടൈം തൊട്ടിട്ട് റിപ്പയർ ചെയ്യാതെ അങ്ങനെ മെയിൻറ്റെയിൻ ആയിട്ട് വന്നതല്ലേ? അതിന്റെ ഉള്ളിലെന്താ? ഉള്ളിൽ പാട്ട്, ബാംബോ വെസൽ, ദീപം. അന്ധകാലത്തെ നമ്മളെ നാട്ടിലുള്ള ഈ നമ്പൂതിരിമാരെ ആ ഒരു സിസ്റ്റം അല്ലേ? നമ്പൂതിരി വീട്ടിലെല്ലാം വരുമല്ല, പ്രീസ്റ്റ് ആയാലും വീട്ടിലെല്ലാം വരില്ല. അവിടെ സമിച്ച് ബട്ടർ മിൽക്ക് എല്ലാവരും വെജിറ്റേറിയൻ. അവിടേക്ക് എന്താ വരുന്നത്? ആ സൈഡിലേക്കൊക്കെ ഇതിന്റെ ഒരു റൗണ്ട് ഒരു പ്ലേസ്. ലേഡീസ് എല്ലാം താഴേക്ക് പോകാം. കോമണം കെട്ടി വേസ്റ്റ് കെട്ടി ഷർട്ടെല്ലാം പഴയ നമ്പൂരിമാരെ സ്റ്റൈലുണ്ട്. റെസ്പെക്ട് ചെയ്തിട്ട് മാത്രം അലൗഡ്. നിങ്ങളെ പേരെന്തേലും? പേര് മോഹൻ. മോഹൻ. ഇത് നല്ലപോലെ മലയാളം അറിയാലോ. ഇവിടെ അധികം ടൂറിസ്റ്റുകൾ വരാറില്ലേ? ടൂറിസ്റ്റ് വരുമോ? മിനിസ്റ്റർ വന്നു. മിനിസ്റ്റർ വന്നോ? മിനിസ്റ്റർ ഇപ്പൊ ഇന്നലെ എവിടെ ഉണ്ടായിരുന്നു? ഇപ്പൊ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സിറ്റിയിലേക്ക്. ചീഫ് മിനിസ്റ്റർ വന്നു. ഇനോഗ്രേഷൻ വന്നു. ഫ്ലവർ ഷോ ഇനോഗ്രേഷൻ വന്നു. അവിടേക്ക് ഞങ്ങൾക്ക് ഇപ്പൊ കയറാൻ പറ്റും? അങ്ങോട്ട് അവിടേക്ക് കയറാൻ പറ്റുമോ? ഓക്കെ. താഴേക്ക് പോകാം. ഇതിനുള്ളിൽ പോകില്ല.
ഇതിലെങ്ങനെ പോകാൻ പറ്റും? എങ്ങനെ ഇതിന്റെ അകത്ത് പോകൂല. അല്ലല്ല, ഞങ്ങൾക്ക് ജസ്റ്റ് അവിടെ കടന്നിട്ട് അവിടെ ടൗണല്ല, കുന്നമംഗലം വയനാട് റൂട്ടില് വന്നിട്ടുണ്ടോ? എന്ത് വെറുതെ വന്നതാണോ? ടൂറിസ്റ്റ് ആയി വന്നാ കടല് കാണാൻ മലപ്പുറം വഴി അതിലെ വയനാട് വഴി വരണോ? വയനാട് വഴി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പണ്ട് താമസിച്ച കൂര പോലത്തെ സ്ഥലട്ടോ. എടാ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോയി പണ്ട് താമസിച്ചിട്ടുണ്ടാവോ? ചെറിയ ഒരു നാച്ചുറൽ വീടിലെ ഫുള്ള് ചാണകം വെച്ചിട്ട് അതിന്റെ മുകളിൽ ഓല മേഞ്ഞതാ ഉള്ള സംഭവമാണത്. കണ്ടോ? ഈ ഏരിയ മൊത്തം ചാണകാട്ടോ, നിലത്തൊക്കെ ഫുള്ള്. ഇപ്പോൾ സോക്സ് ഇട്ട് ഇറങ്ങിയിട്ട് കാലടിക്ക് ചാണകം കഴിക്കും. പക്ഷെ ഉണങ്ങിയ ചാണകമാണ്. ഇവിടെ ഇവരെ നാൽക്കാലികൾ വളർത്തിയിട്ട് ഇവർ പാല് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, മീറ്റ് കഴിക്കൂല. ഇതിനെ അറക്കേയില്ല ഇവർ. കോണ കൊടുത്ത് വേണം പോകാൻ. അപ്പം വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള സ്ഥലം രാവിലെ തന്നെ ഊട്ടിയിൽ നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചു മടങ്ങും. നമ്മൾ തിരിച്ചതായിട്ട് മടങ്ങാട്ടോ. വെറും 1400 ആൾക്കാർ മാത്രമുള്ളൊരു ട്രൈബ്സാണ് ഇത്. എല്ലാ വർഷവും ലാസ്റ്റ് സൺഡേ ഇവിടെ ഒരു ഉത്സവം ഉണ്ടാവും. അതാ ശരിക്കും നമുക്ക് ആ ഉത്സവത്തിന് വന്നാണ്ടല്ലോ ഇവിടുത്തെ ഓരോ കൾച്ചറൽ സംഗതികൾ കാണാം. ശരിക്കും ഈ വർഷം ഡിസംബർ ലാസ്റ്റ് സൺഡേ വന്നാൽ മതി. വൻ പരിപാടികളിലേക്കും ഇവിടെ. മഴ വരിക ഞാൻ പറയല്ല അളിയ, മഴ കൊള്ളാൻ വയ്യ. മഴയല്ല ഇങ്ങോട്ട് കയറിയിട്ട് മഴ കൊണ്ട് മടുത്ത് മനുഷ്യന്. അപ്പോൾ നമ്മളെ ഊട്ടിയിൽ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതുവരെ നമ്മൾ കാണാത്ത ഈ സ്ഥലം കാണണമെന്നായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളത് കണ്ടു കഴിഞ്ഞ് ഇനി ഊട്ടി സിറ്റി കയറിയിട്ട് പണ്ട് ലാലട്ട പറഞ്ഞ മാതിരി ഓരോ നാരങ്ങ വെള്ളമൊക്കെ കാച്ചി തിരിച്ചിങ്ങനെ ഇറങ്ങാം. മോനെ ഒന്ന് സൈഡിക്ക്. അത് മോളാ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇവിടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ വന്നിട്ട് കേട്ടോ. ഒരു ക്യാമറ അത് കഴിഞ്ഞിട്ട് അതാണ് സ്റ്റാലിൻ ബാക്കിലെ ബ്ലാക്ക് ആണോ? ഡിഫൻഡറിലല്ലേ ആയിരിക്കുന്നതാണ്. മെഡിക്കൽ കോളേജ് ഓപ്പൺ ആക്കി ക്യാമറ ഈ മെഡിക്കൽ കോളേജ് പുതിയ ഉണ്ടാക്കിയെന്നല്ല പറഞ്ഞ ഇവിടെ. ഈ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പുതിയ ഉണ്ടാക്കിയല്ലേ. ഇവിടെ സ്റ്റാലിൻ ഇതൊക്കെ വികസനം കൊണ്ടുവരുന്നുണ്ട്. ഊട്ടിയിൽ വന്നാൽ എന്തെങ്കിലും അസുഖമൊക്കെ പിടിച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോയാതില്ലേ. ഇനി നമുക്ക് നാരകുളത്തിലേക്കല്ലേ ലാസ്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് വിശ്രമിച്ചിട്ട് പോകല്ലേ ചെയ്യാതെ. അപ്പോൾ നമ്മൾ നല്ല നാരങ്ങ വെള്ളമൊക്കെ കീച്ചി സെറ്റായി. ഇനി ഊട്ടിയിൽ റൂം എടുത്ത് നിൽക്കാന്നാണ് പറയുന്നത്. ഈ താഴോട്ട് ഇന്ന് ഇറങ്ങണ്ട, നാളെ ഇറങ്ങാന്നാണ് പറയണത്. അപ്പോളേ ഊട്ടിയിലെത്തി നാലാമത്തെ ദിവസം നമ്മൾ റൈഡ് തുടങ്ങി. 4ാമത്തെ ദിവസം ഊട്ടിയിൽ നിന്ന് തിരിച്ച് യാത്ര ഇരിക്കുകയാണ്.
ഊട്ടിയിൽ അധികം നമ്മളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുന്നില്ല. ഊട്ടിയിൽ കിട്ടാവുന്ന ഏറ്റവും ചീപ്പസ്റ്റ് റൂമായിട്ട് നമ്മളെടുത്തത്. വെറും 1000 രൂപക്കാണ് ഈ റൂം എടുത്തത്. അങ്ങാടി തന്നെ, ഊട്ടി സിറ്റി തന്നെ. നമ്മളെ സൈക്കിൾ അവിടെ ഉണ്ട്. മിക്കവാറും അങ്ങനെ ഒന്നുണ്ടാവും. ഇത് ഇടിച്ച് മറിച്ച് താഴെ പോയിട്ടുണ്ട്. ബി കെയർഫുൾ ഗായ്സ് വണ്ടി ഓടിക്കുമ്പോൾ. വാ വാട്ട് എ ഷോട്ട്. ചെക്കന്മാർ കളിക്കുന്നുണ്ടോ? ഏതാ വൈബ്, അംബാനി വൈബ്. ഇപ്പോൾ നമ്മൾ നടുവട്ടെത്തി ഗായ്സ്. ഇനി ഫുള്ള് ഗുഡല്ലൂർ എത്തുന്ന വരെ ഇറക്കാട്ടോ. ഊട്ടിയിൽ നിന്ന് നടുവട്ട് എത്തുന്ന വരെ കുറച്ച് കയറ്റങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കയറി കഴിഞ്ഞു. ഇനി കുറഞ്ഞ സമയം കൊണ്ട് ഗുഡല്ലൂർ എത്തും. ഇനി നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ബ്രേക്ക് ചെയ്ത് സ്ലോ ആയിട്ട് പോവാം. ഇല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇനി മഴ പെയ്താൽ എന്താ പ്രശ്നം അറിയോ? ശരീരം ഹീറ്റാവില്ല, ഇറങ്ങല്ലേ, ശരീരം ചൂടാവില്ല, നമ്മൾ തണുത്ത് വിറയ്ക്കും. ഗുഡല്ലൂർ എത്തുന്നവരെ മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് ഒരു പ്രാർത്ഥന. മൈ ദുആ. ലെറ്റ്സ് സീ. ഡൗൺ ഹിൽ ചെയ്യുമ്പോൾ ഡ്രോപ്പ് ബാർ ഹാൻഡിൽ ബാർ ആണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നമുക്ക് കൂടുതൽ കൺട്രോൾ കിട്ടും. ബ്രേക്കിംഗ് ആണെങ്കിലും ഈ ബെൻഡ് എടുക്കാനാണെങ്കിലും ഒക്കെ. ജിയാദിൻ്റെ ഹൈഡ്രോളിക് ബ്രേക്ക് അവൻ്റെ പൊടി പോലും കാണാനില്ല. ഇതിപ്പോൾ വ്ളോഗ് തുടങ്ങിയതിന് ശേഷം നമ്മൾ എത്രയോ സമയമായിട്ടോ, ഇതിപ്പോൾ 3-4 ദിവസമായി വ്ളോഗിങ് തുടങ്ങിയിട്ട്. ഇതെങ്ങനെ എത്ര എപ്പിസോഡ് ആക്കണോ, ഒരു വ്ളോഗ് ആക്കണോ, എങ്ങനെ എഡിറ്റ് ചെയ്ത് തീർക്കും യാതൊരു ഐഡിയ ഇല്ല. ഏതായാലും വീട്ടിൽ പോയിട്ട് നന്നായി റെസ്റ്റൊക്കെ എടുത്ത് വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഡാൻസ് കളിച്ച ബസ് സ്റ്റോപ്പ് എത്തിയിട്ടാ. ഇവിടുന്ന് ഇപ്പോൾ ഊട്ടി എത്താൻ എന്തോരം കഷ്ടപ്പെട്ട്, ഇവിടുന്ന് എത്ര പെട്ടെന്നാണ് ഊട്ടിയിൽ നിന്ന് തിരിച്ചു ഇവിടെ എത്തി. നമ്മളിപ്പോൾ ഏകദേശം കൂടുതൽ എത്താനായി. പക്ഷേ മഴ പെയ്യാൻ തുടങ്ങി ഗായ്സ്. മഴ പെയ്തിട്ട് കൈയൊക്കെ തണുത്ത് വെറുങ്കലിച്ച് ബ്രേക്കിംഗ് ഒക്കെ സീനായിരിക്കണം.
അയ്യ എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. മുണ്ടൊന്ന് തരണേ. മുണ്ട് നിർബന്ധം അല്ല. എനിക്ക് ഉള്ളിൽ അണ്ടർവെയറില്ല, മാറ്റണം. ഞാൻ എന്താ ചെയ്യൂ? എടാ ആരെയും കണ്ടു പേടിച്ചു. നല്ല മഴ പെയ്തു കായ്. ഇനി വല്ല കാറ്റും കയറി സിക്കാൻ മതിയായിരുന്നു കായ്. അപ്പം ഗൈസ് നമുക്ക് ചെറിയൊരു പഞ്ചര കുടിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഓക്സിജൻ അല്ല, ആദ്യം ടയർ അയക്കണം. ടയർ ലിവറൊക്കെ എടുക്ക്. ഇങ്ങനെയോടെ ഇനി കൈ കൊണ്ട് പല്ലോണ്ടൊക്കെ അടിച്ചു പിടിച്ച് അയക്കേണ്ടി വരും. മറ്റേ നീല കടലിൽ ലിവറില്ല എൻ്റെ സീനാണല്ലോ. ഒരു സൈക്കിൾ ഷോപ്പിന്റെ ഗെയ്സ്, ഇത് സ്വന്തമായിട്ട് സൈക്കിൾ ഷോപ്പ് നടത്തിയ ഒരാളാണ്. അങ്ങനെ ആക്കിയാൽ അങ്ങനൊന്നും അയ്യൂല. പക്ഷേ നിബ്ബടം ഇതിൻ്റെ ടയർ വരില്ലേ, ഇതിൻ്റെ വേഗം പോരും. ഉണ്ടോ നമ്മൾ അത്യന്തര ഘട്ടങ്ങളിൽ ഇതാണ് നമ്മളെ ടൂള്. നമ്മളെ പൊട്ടിപ്പോയാലോ? ആ പൊട്ടിപ്പോൾ നമ്മൾ വേറെ വാങ്ങും. കാറ്റടിക്കാൻ എന്താക്കും? അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മളെ സാധനങ്ങൾ കുറേ ഉണ്ട്. കഴിഞ്ഞടാ. ശരിയോ? അപ്പോൾ ഗെയ്സ് ഞങ്ങൾക്ക് ഒരു അടിപൊളി പഞ്ചർ കിട്ടി. പഞ്ചർ കിട്ടാനുള്ള കാരണം എന്ന് കഴിഞ്ഞാൽ എന്താ സാധനം? ആണിയാണോ? ഒരു ആണി കയറിയതാ. ഓ കാണുന്നുണ്ടെങ്കിൽ മുട്ടുസൂചി കാണുന്നുണ്ടെങ്കിൽ ആ അതാ അവിടെ അവിടെ ഒരു മുട്ടുസൂചി കയറിയതാ. സീൻ കോൺട്രാണ്. എന്താ സാധനം? റിട്ടേൺ വരുമോ? കൈ കുത്തല്ലേ? ടിക്കറ്റാണോ? ഇതാണോ? എങ്ങനെയല്ലേ എടുക്കുക? ഇതിപ്പോൾ നമ്മളെ ഇങ്ങോട്ട് കടിച്ചു വിടണമല്ലോ. കടിച്ചു ഊരിയേ? ആ പ്ലെയറെല്ലായിട്ട് കടിച്ചിങ്ങാനി ഊരിയെടുക്കുക. കിട്ടിയോ? എന്താ ഇവനാണ് നമുക്ക് പണി തന്ന സാധനം. ഒരു ചെറിയൊരു കമ്പി മുട്ടുസൂചിയും ചേട്ടാ ഒരറ്റാൻ തോന്നുന്നു. സെറ്റായിട്ടാ. അപ്പോൾ പഞ്ചറടിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഗൈസ് ചെറിയതാ കൈമ പിടിച്ചിങ്ങാനി കാറ്റടിക്കുന്നു.
ഞങ്ങളുടെ പഞ്ചർ അതിവിജയകരമായി അടച്ചിരിക്കുന്നു. ഒരു അടാറ് സ്ഥലത്താണ് കുടുങ്ങിയത്. കണ്ടോ, ഒരു തേയിലത്തോട്ടത്തിന് നടുവിൽ ഒരു ചെറിയൊരു സ്ക്രാപ്പ്, ഇവിടെ ഒരു സ്ക്രാപ്പ് പീടിയുണ്ട്, അതിൻ്റെ അടുത്ത് നിന്നിട്ടോ ചെറിയൊരു മുള്ളാണിൻ്റെ ഒരു പീസ് കുടുങ്ങിയതാണ്. പിന്ന്, ചെറിയൊരു പിന്ന് അല്ലേ, അത് കയറി പഞ്ചറാക്കി. ടിക്കറ്റിൻ്റെ മുകളിൽ കണ്ടാണ് ആ ചെറിയൊരു ഒരു കമ്പി. ഏകദേശം കാറ്റടിച്ച് പിന്നെ ഒരു ബൈക്ക് പോകുമ്പോൾ ഇതിൻ്റെ എല്ലാ ഇക്കുമത്ത് സാധനങ്ങളും നിങ്ങൾ കൈ കരുതും, അതെടുത്തിട്ട് ചെയ്ത് സെറ്റാക്കി. അങ്ങനെ നമ്മൾ നാടുകാണി എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് ഇതുവഴിയാണ് വന്ന് തിരിച്ച് നമ്മൾ നിലമ്പൂർ വഴി പോകുന്നു. എടാ, തമിഴ്നാട് അവിടെ കൈ റോഡ് പറ്റ അബദ്ധല്ലേ, എന്തു പറയണേ, വൻ മോശ. കോലപ്പോൾ കാണിച്ചത്. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.